Ladies and gentlemen, this is Adesh and welcome to my Conedy. മലയാളത്തിൽ നിന്ന് ഒരു മെഡിക്കോ ത്രില്ലർ ഇപ്പൊ OTT-യിൽ വന്നിട്ടുണ്ട്. സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ്, ജഗദീഷ് ഏട്ടൻ, ഒരു ചങ്ങായി ഉണ്ടല്ലോ മറ്റേ ആ ട്രെഡ്മില്ലിൽ ഡാൻസ് കളിക്കുന്ന ചങ്ങായി, ഇവരൊക്കെ അഭിനയിച്ച പടമാണ് ഡോസ്. ആമസോൺ പ്രൈം, മനോരമ മാക്സ്, ആഹാ തമിഴ്. അല്ലെങ്കിലും ഈ നല്ല പടങ്ങളൊക്കെ ഒരു OTT-യിൽ ഉണ്ടല്ലോ, അപരാധങ്ങൾ എല്ലാ OTT-യിലും ഉണ്ടാവും. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേറെ ഒന്നുമല്ല ഉണ്ടം പൊരി ത്രില്ലർ. ഡോസ് ഒന്നും ഇല്ല, ഡോസ് ഇല്ലാത്തൊരു പടം, നക്കിയ പടം. ഈ സിനിമയുടെ ആദ്യത്തെ കുറച്ച് പോർഷൻസ് ഒക്കെ കണ്ടപ്പോൾ പേട്ട മെഡിക്കൽ ത്രില്ലർ ആണ് തോന്നി. പിന്നെ നക്കിയ പടം, വേസ്റ്റ് ബാസ്കറ്റിൽ പോലും ഇടാൻ കൊള്ളാത്ത പടം. ഇതില് ഒരു ഡോക്ടർ ഉണ്ട്, നിഖിൽ ഡോക്ടർ. ആദ്യം അയാളെ പറ്റിയിട്ട് തന്നെ പറയാം. ആ ക്യാരക്ടർ ചെയ്ത ചങ്ങായി കോഴിയല്ല, കാട്ടുകോഴിയായിട്ട് ജീവിക്കായിരുന്നു, അഭിനയിക്കില്ല, ജീവിക്കായിരുന്നു. ഒരു സാരി ഒരു കോലിന് ചുറ്റി അതിന്റെ പിന്നാലെ വരെ ഒലിപ്പിച്ചു പോയിണ്ടാവും. പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡർ ആയിട്ട് വന്ന ആളുടെ പിന്നാലെ ഒലിപ്പിക്കും, ഡോക്ടർമാരുടെ പിന്നാലെ ഒലിപ്പിക്കും, നഴ്സുമാരുടെ പിന്നാലെ ഒലിപ്പിക്കും, സ്വീപ്പറിന്റെ പിന്നാലെ ഒലിപ്പിക്കും, ഇവൻ പേഷ്യൻസ് ആയിട്ട് വരെ ഒലിപ്പിക്കും. ഗതികെട്ട ക്യാരക്ടർ, ഇത്രയും വൃത്തികെട്ട ഒരു ക്യാരക്ടർ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. പെണ്ണുങ്ങൾക്ക് ഇത്രയും അതപ്പതിച്ചോ, ആണുങ്ങൾക്ക് ഇത്രയും ക്ഷാമോ, എല്ലാം ഇതിന്റെ പിന്നാലെ, ഇവന്റെ പിന്നാലെ ഇങ്ങനെ പോവാണ്. കർമ്മം കണ്ട്രാവി. മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള, മെന്റൽ ഹോസ്പിറ്റലിന് ചാടിയിട്ട് വന്ന സകല എണ്ണത്തിനെയാണ് ഈ സിനിമയിൽ ഡോക്ടറാക്കി വെച്ചിരിക്കുന്നത്. മറ്റേ ദൃശ്യ രഘുനാഥ് മെന്റലി അൺസ്റ്റേബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ സിജു വിൽസന്റെ കാര്യം പറയുന്നുണ്ട്. സിജു വിൽസന് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ഇത്ര. സംടൈംസ് ഹീസ് എ സേവിയർ. ഏത് സേവിയർ ആണ്? സത്താൻ സേവിയറോ. ചില സമയത്ത് അവഞ്ചർ ആണ് ഇത്ര. ഇത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമോ. എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയിട്ടുള്ള ജഗദീഷ് ഏട്ടന്റെ ക്യാരക്ടറാണ്. ഈ ഹോസ്പിറ്റലിൽ സിഒ ആണ്. 10 മിനിറ്റ് കഴിയുമ്പോൾ സിഒ ഇല്ല. സിഒനെ പറ്റി ഒരു വിവരമില്ല. എനിക്ക് തോന്നുന്നത് പടത്തിന്റെ കഥ പിന്നെ ആയിരിക്കും ജഗദീഷ് ഏട്ടൻ കേട്ടിട്ടുണ്ടാവുക. ഈ ജാതി പരട്ട പടം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങി ഓടിയിട്ടുണ്ടാവും. സിജു വിൽസന്റെ പേഷ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് തട്ടിപ്പോകുന്നു. അപ്പൊ ആള് അക്കോർഡിംഗ് ടു സിജു വിൽസൺ ഇതിന്റെ പിന്നാലെ എന്തോ ഒരു മിസ്റ്ററി ഉണ്ട്, ആരോ കൊല്ലുകയാണ്. പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം. അത് അന്വേഷിക്കാൻ വരുന്ന നമ്മുടെ CI വിവേകാണ് ട്രെഡ്മില്ലിൽ ഡാൻസ് ചെയ്യുന്നതാണ്. ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആൻഡ് ഇതിൽ വലിയ വലിയ ഗടാഗടിയും ട്വിസ്റ്റ് പണ്ടൊരു സാധനം പൊട്ടിക്കുന്നുണ്ട് അവസാനം. LKG പിള്ളേർ വരെ പ്രഡിക്റ്റ് ചെയ്യും. അയ്യോ, വൻ ട്വിസ്റ്റ് സാധനം. നമ്മുടെ സിജു വിൽസന്റെ മുംബൈ പോലീസ് ആണ് ഈ പടം. ഇഫ് യു നോ യു നോ. സിജു വിൽസൺ അടിപൊളി ആക്ടറാണ്, അതിനൊന്നും ഒരു സംശയമില്ല. പല സീനിലും ആള് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്ത് ടുവേർഡ്സ് ലാസ്റ്റ് ഒക്കെ ഒരു കോമാളിയെ പോലെ ആയി. പറഞ്ഞിട്ട് കാര്യമില്ല, ഡയറക്ടർ അതായിരിക്കും പറഞ്ഞിട്ടാവാ. ദൃശ്യ രഘുനാഥ് സിജു വിൽസന്റെ എക്സ് ആണ്. എക്സും വൈയും പരസ്പരം കണ്ടു കഴിഞ്ഞ പ്രശ്നമാണ്. ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം കാണുന്നത് ഇഷ്ടമല്ല. എന്നാൽ രണ്ടുപേരും ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. ഡെയിലി ഇഷ്യൂ ആണ്, ഇവനെ കണ്ടു അവനെ കണ്ടു. അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ വേറെ വല്ല ഹോസ്പിറ്റലിൽ പോയി ചേരുക. ഇത് ഇവിടെ തന്നെ പണി എടുക്കുകയും വേണം, അവനെ കാണാനും പാടില്ല, രണ്ടും കൂടി വേണ്ട. ആൻഡ് ഈ ക്യാരക്ടറൊക്കെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആക്ടേഴ്സ് ചെയ്ത നല്ല രസമുണ്ട്. ദൃശ്യ രഘുനാഥ് അട്ട വേസ്റ്റ് ആയിരുന്നു, അട്ട വേസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. ഒരു കോമാളി ക്യാരക്ടർ. മെന്റലി അൺസ്റ്റേബിൾ ആണ്, എന്നാൽ കാർഡിയോളജിസ്റ്റ് ആണ്, സർജറി ഒക്കെ ചെയ്യുന്നത്. ഏത് യൂണിവേഴ്സിറ്റി, ഏതാണ് മോളെ യൂണിവേഴ്സിറ്റി? CI വിവേക്. അത് എന്തിനോ വേണ്ടി തിളക്കുന്ന ഒരു സാമ്പാർ പോലെ, ഒരു ആവശ്യമില്ലാത്ത ക്യാരക്ടർ. ഇതിൽ അവസാനം വന്നിട്ട് ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട്. എന്റെ പൊന്നോ, ഇങ്ങനെയൊക്കെ നാല് പേരെ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ 10 പെട്ടിയിൽ കിടത്താം. അത്ര അടി കിട്ടിയതും ഒന്നും പറ്റില്ല. അങ്ങേരും മെന്റലി അൺസ്റ്റേബിൾ ആവും ലാസ്റ്റ്. ഇതെന്തോന്നിട്ട് ഈ സിനിമയിലുള്ള സകലെന്നോ അങ്ങനെയാണ്. ഇതിലൊരു നേഴ്സിന്റെ മകൻ മെന്റലി അൺസ്റ്റേബിൾ, ഇങ്ങേരുടെ പണ്ടാട്ടി സിജു വിൽസന്റെ പണ്ടാട്ടിയായിട്ട് അഭിനയിക്കുന്ന സ്ത്രീ മെന്റലി അൺസ്റ്റേബിൾ, ഒക്കെ മെന്റലി അൺസ്റ്റേബിൾ. മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒക്കെ ഇറങ്ങി വന്നതാണ് തോന്നുന്നു. എല്ലാത്തിനും പിടിച്ച് ഡോക്ടേഴ്സ് ആക്കി വിട്ടിട്ടുണ്ട്. മ്യൂസിക് വർക്ക് ഒക്കെ വൻ ശോകം തന്നെയാണ്. മ്യൂസിക് വർക്കും ടെക്നിക്കലി എടുത്തു പറയേണ്ട ഒരു സാധനവും ഈ പടത്തിലുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. 2-2.5 മണിക്കൂറുണ്ട് സിനിമ. ടുവേർഡ്സ് എൻ്റെ ഒക്കെ ഭയങ്കര വലിപ്പിക്കലായിട്ടാണ് തോന്നിയത്. ആകെ ഒരു പോസിറ്റീവ് എന്ന് പറയാൻ തോന്നിയത് റൊമാൻസ് സീക്വൻസ് ഉണ്ട്, അത് ഒരു പാട്ടിൽ നിർത്തി. അത് വളരെ ഉപകാരമായിരുന്നു. സിജു വിൽസനും ദൃശ്യ രഘുനാഥിന്റെ റൊമാൻസ് ഒക്കെ അൺസഹിക്കബിൾ ആയിരുന്നു. ഒരു പാട്ടിൽ നിർത്തിയില് നന്ദിയുണ്ട്. എന്നാൽ അടുപ്പിച്ച് പാട്ട് വരുമ്പോ അത് അതിലേറെ ബോറിംഗ് ആയിട്ടാണ് തോന്നിയത്. സോ വേണ്ടവർ കണ്ടു നോക്കുക. എനിക്ക് 10 പൈസക്ക് കൊള്ളാത്തൊരു പടമായിട്ടാണ് ഡോസ് തോന്നിയത്. സോ ഡോസ് സ്ട്രീമിംഗ് ഓൺ ആമസോൺ പ്രൈം, മനോരമ മാക്സ് ആൻഡ് ആഹാ തമിഴ്.